ഗുഡ് മോർണിംഗ് ഫോക്സ്. നമുക്കിന്ന് അനിഴം നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് എടുക്കുന്നുണ്ട്. റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ പരിചയക്കാരെങ്കിലും ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കാർഡ്സ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. 7 ഓഫ് സ്പോർട്സ് റിവേഴ്സിൽ, ക്വീൻ ഓഫ് കപ്സ്, കിങ് ഓഫ് സ്വോർഡ്സ്, ജസ്റ്റിസ് എന്നുള്ള കാർഡ് റിവേഴ്സിൽ വന്നിട്ടുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ് റിവേഴ്സിൽ, 6 ഓഫ് കപ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സിൽ. ഇത്രയും കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇതൊക്കെയാണ് വന്നിട്ടുള്ള കാർഡ്സ്. ഇത് എന്താ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം കാർഡുകൾ അത്ര ബന്ധമുള്ള കാർഡ്സ് അല്ല വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെന്ന് കാണുന്നുണ്ട്, കാരണം ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഇപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടാനുള്ള കാര്യങ്ങളും എൻവയോൺമെൻറ്റും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടുമോ എന്നുള്ളത് ഒത്തിരി സംശയമാണ്. അതുപോലെ തന്നെ കുറച്ച് നിങ്ങൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടി കുറേ കൂടെ ശ്രമിക്കണം എന്നാണ് പറയുന്നത് ലാസ്റ്റ് കാർഡ്. കാരണം 3 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കുറേ ട്രൈ ചെയ്താലും നിങ്ങൾക്ക് ഫൈനാൻഷ്യലി കുറച്ചും കൂടെ സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ജസ്റ്റിസും കിട്ടുന്നില്ല. എവിടുന്ന് വരാതെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇൻ്റലക്ച്വലി വളരെ എന്താ പറയുക, നല്ല നോളജ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നല്ല അറിവുണ്ട്. നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളാണ്. നിങ്ങൾക്ക് പക്ഷേ എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പാസ്റ്റിൽ കുഴപ്പമില്ല, നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കുറച്ച് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിയർ പാസ്റ്റിൽ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ കാരണം തന്നെ ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾ ആണെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ട്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് നല്ല സപ്പോർട്ടീവായിട്ടുണ്ടാവും. അതിൽ കൂടുതൽ റിലേഷൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പൈസയുടെ ഫൈനാൻസ് ആണ് കാണുന്നത്, ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസും കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര ശ്രമിച്ചിട്ടും. പക്ഷേ ഇൻ്റലക്ച്വലി നിങ്ങൾ വളരെ എന്താ പറയുക, നല്ല സുപ്പീരിയർ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആകെ പറയാനുള്ളത്. കാർഡ്സ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. കൂടുതലൊന്നും പറയാനായിട്ട് ഒന്നും കാണുന്നില്ല. റിലേഷൻഷിപ്സ് നല്ലതായിരിക്കും, ഹെൽത്തും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഫൈനാൻസ് പ്രശ്നം തന്നെയാണ്. കിട്ടാനുള്ള ചാൻസും ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ലോണം വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. നല്ലോണം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നില്ല, എന്നിട്ട് പോലും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാസ്റ്റിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. എസ്പെഷ്യലി നിങ്ങളുടെ നോളേജ് വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ നോളേജ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറച്ച് ഫൈനാൻസിൻ്റെ കാര്യത്തിലും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത്രയ്ക്ക് പറയാനുള്ളൂ ഫ്രണ്ട്സ് എനിക്ക് കാർഡ്സിൽ, കാരണം വേറെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ യുവർ ടൈം.